ദാവീദിൻ്റെ ഒരു ധ്യാനം. ഏദോമിനായ ദോവേഗ് ശൗലിനോട് ദാവീദിനെക്കുറിച്ച് ചതിവാക്കുകൾ പറഞ്ഞ സന്ദർഭത്തിൽ ദാവീദ് എഴുതിയ ഒരു ധ്യാനമാണിത്. ദുഷ്ടതയിൽ പ്രശംസിക്കുന്നവരെ ദൈവം നശിപ്പിക്കുമെന്നും ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ദേവാലയത്തിലെ ഒലിവ് വൃക്ഷം പോലെ തഴച്ചു വളരുമെന്ന് ഇത് പഠിപ്പിക്കുന്നു. 52-ാം സങ്കീർത്തനം. വീരാ, നീ ദുഷ്ടതയിൽ പ്രശംസിക്കുന്നതെന്ത്? ദൈവത്തിൻ്റെ ദയ നിരന്തരമാകുന്നു. ചതുവ് ചെയ്യുന്നവനെ മൂർച്ചയുള്ള ക്ഷൗരക്കത്തി പോലെ നിന്റെ നാവ് ദുഷ്ടത പകഞ്ഞുണ്ടാക്കുന്നു. നീ നന്മയേക്കാൾ തിന്മയും നീതിയെ സംസാരിക്കുന്നതിനേക്കാൾ വ്യാജത്തെയും ഇഷ്ടപ്പെടുന്നു. നീ വഞ്ചനനാവും നാശകരമായ വാക്കുകളൊക്കെയും ഇഷ്ടപ്പെടുന്നു. ദൈവം നിന്നെയും എന്നേക്കും നശിപ്പിക്കും. നിന്റെ കൂടാരത്ത് നിന്ന് അവൻ നിന്നെ പറിച്ചു കളയും. ജീവനുള്ളവരുടെ ദേശത്തു നിന്ന് നിന്നെ നിർമൂലമാക്കും. നീതിമാന്മാർ കണ്ട് ഭയപ്പെടും. അവർ അവനെ ചൊല്ലി ചിരിക്കും. ദൈവത്തെ തൻ്റെ ശരണമാക്കാതെ തൻ്റെ ദ്രവ്യസമൃദ്ധിയിൽ ആശ്രയിക്കുകയും ദുഷ്ടതയിൽ തന്നെത്താൻ ഉറപ്പിക്കുകയും ചെയ്ത മനുഷ്യൻ അതാ എന്ന് പറയും. ഞാനോ ദൈവത്തിൻ്റെ ആലയത്തിങ്കിൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെയാകുന്നു. ഞാൻ ദൈവത്തിൻ്റെ ദയയിൽ എന്നും എന്നേക്കും ആശ്രയിക്കുന്നു. നീ അത് ചെയ്തിരിക്കൊണ്ട് ഞാൻ നിനക്ക് എന്നും സ്തോത്രം ചെയ്യും. ഞാൻ നിന്റെ നാമത്തിൽ പ്രത്യാശ വെക്കും. നിന്റെ ഭക്തന്മാരുടെ മുമ്പാകെ അത് നല്ലതല്ലോ. ദൈവമേ സ്തുതി, നിനക്ക് യോഗ്യമാകുന്നു. അഹായ് ബാരിക്കുമോ. ആമീൻ.